ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് ആയി, ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു, അതുപോലെ എന്തൊക്കെ ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്തത്, അതൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുടെ ഫസ്റ്റത്തെ ടാസ്ക് ആണ് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, പുതിയ കുറേ പേരുണ്ട്. അപ്പോൾ 1K ആയവരും അതുപോലെ 1K ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ചെറിയൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 8 മാസമായി, പക്ഷെ എനിക്കിപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങൾ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊരു വിവരം അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് പറ്റിയിട്ടുള്ള കുറേ തെറ്റുകളും അതുപോലെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് തുടങ്ങണവർക്ക് പറ്റാതിരിക്കാനും പെട്ടെന്ന് തന്നെ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 8 മന്തായി. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഓരോന്ന് ചെയ്താണ് എനിക്കതിലൊരു മാറ്റം ഉണ്ടായത് കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിലായാലും വ്യൂസിലായാലും നല്ല ചേഞ്ച് വന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ്. ഞാൻ നാട്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ വെച്ചിട്ട് എനിക്ക് 300-200 ആ ഒരു ലെവലിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 മാസമായി. ഈ 3 മാസത്തിലാണ് എനിക്കിപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ്, ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് ഇവിടെ വന്നപ്പോഴാണ്. അതുപോലെ നല്ല വ്യൂസിലും ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു 500 വ്യൂസ് ഒക്കെയാണ് നമുക്ക് മാക്സിമം വന്നിരുന്നത്. ഒരു 500, 600, ഒരു 800 വരെ, ചിലതൊക്കെ ഇങ്ങനെ 1K ആവും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് 1K ആവുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് 1K വ്യൂസ് ആയി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസിൽ ഇപ്പോൾ ഭയങ്കര ചേഞ്ച് ഉണ്ട് കേട്ടോ. ഭയങ്കര ചേഞ്ച് എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പതുക്കെ 10K ആയി, പിന്നെ അതിലും കൂടി. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് നമുക്ക് 300 വ്യൂസ് വരെ കിട്ടിയിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വന്നതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേയൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവസരത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ഇന്ന് എനിക്കൊരു കോണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്, അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കും ഇടും, അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനത് 1.5 ആക്കി വീഡിയോ ഇടല്. അപ്പോഴും എനിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ റെഗുലറായിട്ട് സെയിം ടൈമിൽ 1.5 വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൽ ചെറിയ മാറ്റങ്ങളും അതുപോലെ തന്നെ വ്യൂസിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്കൊരു 900, ഒരു 1K അങ്ങനത്തെ വ്യൂസൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു 300 അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായ ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. വീഡിയോ ക്വാളിറ്റി മസ്റ്റാണ് കേട്ടോ. വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, നമ്മൾ വീഡിയോ ഇടുന്ന ടൈമും അതുപോലെ നമ്മൾ ഇടുന്ന ആ ഒരു ഏത് ദിവസങ്ങൾ, ഇപ്പോൾ ഇന്ന് 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ വീഡിയോ ഇടാൻ നോക്കുക. അതുപോലെ 1.5 ആയാലും അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോയുടെ ഫോൺ ചേഞ്ച് ചെയ്തു. അതുപോലെ വീഡിയോ ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നപ്പോൾ അതിനുശേഷം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ 1K ഒക്കെ നമുക്ക് വ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് 1K ഒക്കെ വല്ലപ്പോഴാണല്ലോ കിട്ടുക. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി ഒരു 10K അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഭയങ്കര ചേഞ്ച് ആയിട്ടോ. അതിനുശേഷം കുറേ കുറച്ചിങ്ങനെ കഴിഞ്ഞ് നമുക്കിപ്പോൾ 300K വ്യൂസ് വരെ നമുക്ക് കിട്ടിയിട്ടോ. അതുപോലെ ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 2K സബ്സ്ക്രൈബേഴ്സ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കുറേ തെറ്റുകൾ കാരണം നമുക്ക് കുറേ ചേഞ്ച് വരാതെ നമ്മുടെ അത്രയും മാസങ്ങൾ നമുക്ക് വെറുതെ വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണവർക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ മിസ് ചെയ്യാതെ നല്ലപോലെ കറക്റ്റായിട്ട് റെഗുലറായിട്ട് കൺസിസ്റ്റൻസി നിലനിർത്തിയിട്ട് നല്ല
നല്ലപോലെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വ്യത്യാസം വരും കേട്ടോ. അതുപോലെ വീഡിയോ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ആയപ്പോൾ തന്നെ കുറച്ചും കൂടെ വ്യത്യാസം എൻ്റെ വീഡിയോയ്ക്ക് വന്നു തുടങ്ങി. യൂട്യൂബ് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ക്വാളിറ്റി മാറിയപ്പോൾ വ്യൂസിനും ഭയങ്കര ചേഞ്ച് വന്ന പോലെ തോന്നി. അതുപോലെ സബ്സ്ക്രൈബേഴ്സിനും ഭയങ്കര മാറ്റം വന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ഷോർട്സൊക്കെ അത്യാവശ്യം നല്ലപോലെ ഹെവി ആയിട്ട് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്തിട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഇട്ട വീഡിയോ, ഇന്ന് ഞാനൊരു 2 മണിക്ക് വീഡിയോ ഇട്ടെങ്കിൽ നാളെ ഞാൻ അതുപോലെ 2 മണിക്ക് വീഡിയോ ഇടാൻ തുടങ്ങി. അതുപോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ ടൈമും അതുപോലെ തന്നെ വരണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ചേഞ്ച് ആയപ്പോൾ തന്നെ നല്ലൊരു ഇൻക്രിമെൻ്റ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ 1K നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ വാച്ച് അവർ. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും എന്താ പറയുക വീഡിയോയുടെ ക്വാളിറ്റി മാറിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അതുപോലെ സക്സസ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്, ഇന്നതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി. ഇതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം കണ്ടിട്ട് പുതിയതായിട്ട് വരുന്നവരെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്ര അധികം എന്താ പറയുക യൂട്യൂബേഴ്സ്, ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയിട്ടായിരുന്നില്ല സത്യം പറഞ്ഞത്. കാരണം പണ്ടൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഞാൻ അത്യാവശ്യം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ വീഡിയോ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു ചാനലുകളൊന്നും ഞാൻ അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല, വല്ലതൊക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. കുഞ്ഞു ചാനലൊക്കെ ഉള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറേ കൂടെ അതിലോട്ട് ഇങ്ങനെ ഇതായപ്പോഴാണ് ഇത്ര അധികം യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ അറിയാണ്ട് കുറേ അബദ്ധങ്ങൾ പറ്റണതിനെ തുടർന്നിട്ടാണ് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു പടി കടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലാനാണ് ബുദ്ധിമുട്ട്. അതങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാറ്റം വരും കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെല്ലാം അവരെല്ലാം ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. കുറച്ചും കൂടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെയും ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ആയിട്ടും ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടും അയർലാൻഡിലുള്ള പുതിയ വിശേഷങ്ങളായിട്ടും അതുപോലെ തന്നെ പുതിയ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പുതിയ പ്ലേസുകളൊക്കെ കാണുമ്പോൾ അതും നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, എന്തൊക്കെ ഇത്രയുള്ളൂ. ബൈ.